ഹല്ലേലൂയ. ഒരു മനുഷ്യനും പത്രോസിനെ സഹായിക്കാനില്ല. ഒറ്റ കുഞ്ഞു പോലും സഹായിക്കാൻ കഴിയുകയുമില്ല. ആ ഏരിയയിലേക്ക്, ആ വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയിട്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ വൈദ്യശാസ്ത്രം നിങ്ങളെ ഉപേക്ഷിച്ചാലും മാനുഷികപരമായ സകല പരിശ്രമങ്ങളും അസ്തമിച്ചു പോയെങ്കിലും ഒന്നിനും സഹായിക്കുവാൻ കഴിയാത്ത ചുറ്റുപാടുകൾ വിഷയത്തിന്റെ നടുവിലുണ്ടെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അവസരം കൊടുക്ക്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്ക്. ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം, ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ ശക്തനാണ്. നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവമാണ്, രക്ഷകനാണ്, രക്ഷിക്കുന്ന ദൈവമാണ്. മനുഷ്യർ കൈവിട്ടാലും കുഴപ്പമില്ലെന്നേ, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല, ബന്ധുക്കൾ തള്ളിയാലും കുഴപ്പമില്ല, ചേർത്ത് പിടിച്ചില്ലെങ്കിലും സാരമില്ല. പക്ഷേ നിങ്ങളിലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്നൊരു വാഗ്ദത്തം നൽകിയെങ്കിൽ, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് നിങ്ങളോട് എന്നെങ്കിലും ദൈവം അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ആ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ നിന്നാൽ, ആ വാഗ്ദാനത്തിന് വേണ്ടി നിന്നാൽ, മനുഷ്യർക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഇടത്ത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഒരു ദിവസം അവന്റെ ഡെലിവറൻസ് നിങ്ങളുടെ വിഷയത്തിൽ കാണും. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ഈ ദൂതൻ ഇറങ്ങാനുള്ള കാരണം സഭയുടെ പ്രാർത്ഥനയാണ്. സഭ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ദൂതൻ ഇറങ്ങിയത് കാരാഗൃഹത്തിൽ, അല്ലാതെ പത്രോസ് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല. ഹല്ലേലൂയ. ദൈവം ഇടപെടാൻ തുടങ്ങും. ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കണം കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്തോന്നറിയാമോ? ദൈവമേ, ഞാൻ എന്താണോ ചെയ്യേണ്ടത് ഞാനത് ചെയ്യാം. വചനപ്രകാരമുള്ളത് അങ്ങ് ചെയ്യേണ്ടത് ചെയ്യുവാൻ. ഹല്ലേലൂയ. അങ്ങ് ഇടയാക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്യേണ്ടത് എന്താണോ ഞാനത് ചെയ്യാം. പത്രോസിന്റെ ലൈഫിൽ അങ്ങനെ ആയിരുന്നു. ഒരു ഡെലിവറൻസിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ദൈവം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ദൈവം ചെയ്തപ്പോൾ പത്രോസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പത്രോസ് ചെയ്യണം. പത്രോസിന്റെ ഡ്യൂട്ടി അനുഗമിക്കുക. എത്ര പേർക്ക് പറയാൻ പറ്റൂ, ഉറ്റവർ കൈവിട്ടാലും ഉടയവർ കൈവിട്ടാലും എന്നിൽ നിന്ന് മാറിപ്പോകാത്ത നിത്യ സ്നേഹമാകുന്ന എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ യേശുവിനെ അനുഗമിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടാകട്ടെ. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്വത്തോ പണമോ നിങ്ങളുടെ കാര്യങ്ങൾ ഭൗതിക തലത്തിലുള്ളതൊന്നുമല്ല. അതൊക്കെ നിങ്ങളുടെ സമർപ്പണത്തിൽ നിന്ന് ചെയ്യേണ്ടുന്ന കാര്യമാണ്. പക്ഷെ ദൈവം ഒന്ന് ആഗ്രഹിക്കുന്നു, എന്നെ അനുഗമിക്കുക, യേശുവിനെ അനുഗമിക്കുക. എത്ര പേർ സമർപ്പണത്തോടെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്? കർത്താവേ, അങ്ങയെ സ്നേഹിക്കാനുള്ളൊരു കൃപയാണ് വേണ്ടത്. അതുകൊണ്ടാ പ്രിയരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്കെന്നല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പത്രോസേ, നീ കാരാഗൃഹത്തിനകത്ത് കിടന്നതും നന്മയ്ക്ക്. ഒരു സൂപ്പർ നാച്ചുറൽ അതിനകത്ത് കാണാൻ പറ്റി. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൂതനെ താൻ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷേ
ദൂതനെ തൻ്റെ കാരാഗൃഹത്തിൻ്റെതായിരിക്കുന്ന അനുഭവത്തിനകത്ത് ദൂതനെ പത്രോസ് കാണുകയാണ്. അസാധാരണമായ കാഴ്ച. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്.